അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ദൈവനിയോഗത്തിന് കാലം സാക്ഷ്യം വഹിച്ച ഒരു നിമിഷത്തിന് അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ഒരു ഉച്ച സമയത്ത് ഈ വെണ്ണിക്കുളത്തിന്റെ മണ്ണിൽ ഒന്നിച്ചു കൂടിയിരിക്കുക. മലങ്കരയുടെ പുണ്യപിതാവ് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി മുണ്ടന്മ വിട്ട് കത്തോലിക്ക തിരുസഭയിലേക്ക് പുനരയിക്കപ്പെടുന്നതിന് മുൻപായി അഭിയന്ന പിതാവിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അഭിയന്ന പിതാവ് പുനരയിക്ക പ്രസ്ഥാനത്തിന്റെ ആദ്യ ചിന്തകൾ, പ്രത്യേകിച്ച് അതിലേക്കുള്ളത് ഏറ്റവും അടുത്ത ഒരുക്കത്തിന് കർമ്മവേദിയായ ഒരു മണ്ണ് വെണ്ണിക്കുളം കേന്ദ്രീകരിച്ച് ബഥനി ആശ്രമത്തിന്റെ ആദ്യ ആശ്രമം സ്ഥാപിച്ചുകൊണ്ട് മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന് ബീജാവാപം ഉടലെടുത്ത ഒരു മണ്ണിൽ അനുഗ്രഹീതമായ പുനരൈക്യത്തിന്റെ പിള്ളത്തൊട്ടിലായ വെണ്ണിക്കുളത്തിന്റെ മണ്ണിലാണ് നാം ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും രണ്ട് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പ്രിയപ്പെട്ട മണ്ണിൽ മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശതാബ്ദിയുടെ ഒരുക്കമായി നടത്തുന്നതായ കഴിഞ്ഞ 2 വർഷക്കാലമായി, പ്രത്യേകിച്ച് ആദ്യ വർഷം വചനവർഷമായും രണ്ടാമത്തെ വർഷമായ 2025 സെപ്റ്റംബർ മാസം 20 മുതൽ 2026 സെപ്റ്റംബർ മാസം 19 വരെ സഭയുടെ ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കുന്നതിനും ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക ജീവിത ശൈലി സഭയിലെ മക്കൾ എല്ലാവരും വളർത്തിയെടുക്കണമെന്നുള്ള പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനകദോസിന്റെ നിർദ്ദേശപ്രകാരം സഭ ആഹ്വാനം ചെയ്ത ആരാധനാ ക്രമവർഷത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ പുനരൈക്യ പ്രസ്ഥാനത്തിന് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയോട് ചേർന്ന് വലിയ നേതൃത്വം നൽകിയ വെണ്ണിക്കുളത്തിന്റെ മണ്ണിൽ ആരാധനാ ക്രമവർഷം, പ്രത്യേകിച്ച് പുനരൈക്യ ശതാബ്ദിക്കൊരുക്കമായി നടത്തുന്ന ഈ ആരാധനാ ക്രമവർഷത്തിൽ നമ്മുടെ സഭയിൽ ഇദംപ്രദമായി വളരെ അഭിമാനത്തോടുകൂടി ഈ ആരാധനാ ക്രമവർഷത്തിൽ തന്നെ ഒരു ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ, ആരാധനാക്രമത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും ആരാധനാക്രമത്തിന്റെ ശ്രേഷ്ഠതയും അന്ത്യോക്യൻ ആരാധനാക്രമത്തിന്റെ മഹത്വവും കൂടുതൽ അടുത്തറിയുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ MCYM വെണ്ണിക്കുളം മേഖലാ സമിതി വലിയ ദിശാബോധത്തോടുകൂടി പുനരൈക്യ ശതാബ്ദിക്കൊരുക്കമായി ആരാധനാക്രമവർഷത്തിൽ ഒരു ആരാധനാക്രമ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നു എന്നുള്ളത് ദൈവനിയോഗമല്ലാതെ മറ്റെന്താണ്? പ്രിയപ്പെട്ട രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു മണ്ണിലാണ് നാം ആയിരിക്കുക. 1962 മുതൽ 65 വരെ ആഗോള കത്തോലിക്ക സഭയുടെ ചലനത്തെ തന്നെ മാറ്റിമറിച്ച, ആഗോള കത്തോലിക്ക സഭയുടെ ദിശാബോധത്തിൽ തന്നെ വലിയ വ്യത്യാസം വരുത്തിയ, വാതായനങ്ങൾ തുറക്കപ്പെട്ട 2ാം വത്തിക്കാൻ സുനകദോസിന്റെ പരിണിത ഫലമായി കേരള കത്തോലിക്ക സഭയിൽ ആദ്യമായി ഒരു യുവജന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വെണ്ണിക്കുളത്തിന്റെ മണ്ണിൽ 1968 ഫെബ്രുവരി മാസം 28-ാം തീയതി തിരുവല്ലാധിപതിരാസനത്തിന്റെ 3ാമത്തെ മെത്രാപ്പൊലിത്തയായിരുന്ന അഭിയന്യ സക്കറിയാസ് മാർ അത്തനാസിയോസ് തിരുമേനിയുടെ അനുഗ്രഹാശീർവാദത്തോടുകൂടി വെണ്ണിക്കുളത്ത് ആരംഭിച്ച KCYO, കേരള കാത്തലിക് യൂത്ത് ഓർഗനൈസേഷൻ എന്നുള്ളതായ ആ ഒരു യുവജന സംഘടന പിന്നീട് MCYM എന്നുള്ളതായ ഇന്നത്തെ ഒരു ക്രമീകരണത്തിലേക്ക് വളർന്നു എന്നുള്ളത് ചരിത്രം തന്നെ സാക്ഷ്യം നൽകുന്ന കാര്യം തന്നെയാണ്. ശവലിയാർ, നമ്മളിൽ നിന്നും ദിവംഗതനായ ശവലിയാർ വർഗീസ് കരിപ്പായിൽ സാറിന്റെയും വെണ്ണിക്കുളത്തിന്റെ തന്നെ അഭിമാനമായ കളക്കുടിയിൽ തമ്പാൻ സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആദ്യത്തെ ഭരണസമിതി അംഗങ്ങളെ രൂപീകരിച്ച് വെണ്ണിക്കുളത്ത് നിന്നും ആരംഭിച്ചതായ ഒരു യുവജന പ്രസ്ഥാനം ഇന്ന് മലങ്കര സഭയ്ക്ക് മുഴുവൻ ഊർജമായി, ശക്തിയായി 12 ഭദ്രാസനങ്ങളിലും അത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മണ്ണിലാണ് ഈ ആരാധന ക്രമവർഷത്തിന്റെ ഒരു ഭാഗമായി നടത്തുന്ന ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. തീർച്ചയായും ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാരഥന്മാർ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം പുനരൈക്യത്തിന് തുടക്കം കുറിച്ച മണ്ണിൽ, MCYM പോലുള്ളതായ യുവജന പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ചതായ മണ്ണിൽ പുനരൈക്യ ശതാബ്ദിക്കൊരുക്കമായി നാം ഒരു ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത് എന്തുകൊണ്ടും അർത്ഥവത്തും സഭ മുഴുവനും ശ്രദ്ധയോടെ, അതീവ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നതായ ഒരു ക്വിസ് മാമാങ്കമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായി ഈ ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നത് മലങ്കര സഭയുടെ ആരാധനാക്രമം, പാശ്ചാത്യ സുറിയാനി അന്ത്യോക്യൻ ആരാധനാക്രമത്തെ അഭംഗുരം കാത്തുസൂക്ഷിച്ച തിരുവല്ല അധിപതിരാസനത്തിന്റെ ശ്രേഷ്ഠമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച് സ്വർഗസന്നിധിയിൽ നിന്ന് സ്വർഗപ്രവേശനത്തിന്റെ 6ാമത്തെ വർഷം ആചരിക്കുന്ന വന്യദിവ്യശ്രീ
മാത്യു കരിമ്പിൽ കൊറപ്പിസ്കോപ്പ അച്ഛൻ്റെ സ്മരണാർത്ഥമാണ് ഈ ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ട പൊട്ടുകുളത്തച്ഛനോട് ഞാൻ ചോദിച്ചു, ഇന്ന് കരിമ്പിലച്ഛൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 6ാമത്തെ വർഷമാണ്. പ്രിയപ്പെട്ട ജോളിയച്ഛൻ രാവിലെ ഇന്ന് പ്രഭാതത്തിൽ അച്ഛന്മാരുടെ ഗ്രൂപ്പിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഫോട്ടോ ഇട്ടതുമൊക്കെ അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, തീർച്ചയായിട്ടും പൊട്ടുകുളത്തിലച്ഛൻ ഡിസംബർ മാസം 7-ാം തീയതി അച്ഛൻ്റെ ആ ഒരു ദേഹവിയോഗത്തിൻ്റെ ദിവസം തന്നെ അത് ഓർത്ത് ക്രമീകരിച്ചതാണോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരിക്കലുമല്ല, അറിയാതെ ആ ദിവസം അച്ഛൻ്റെ പ്രത്യേകിച്ച് ജോളിയച്ഛൻ്റെ അവൈലബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കിയപ്പോൾ ഈ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടും എത്രമാത്രം ദൈവം നടത്തി, ദൈവത്തിൻ്റെ നടത്തിപ്പ് ഈ ഒരു മത്സരത്തിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മലങ്കര സഭയ്ക്ക് പ്രത്യേകിച്ച് തിരുവല്ല ആധിപത്യരാസനത്തിൽ 40 വർഷക്കാലം സുറിയാനി ഭാഷയും പാശ്ചാത്യ സുറിയാനി അന്ത്യോക്യൻ ആരാധനക്രമത്തെക്കുറിച്ചും ആരാധനക്രമത്തെ അഭംഗുരം കാത്തു സൂക്ഷിക്കുവാനും അതിനെ കേടുകൂടാതെ പുത്തൻ തലമുറയിലേക്ക് കൈമാറുവാനും അക്ഷീണം പ്രയത്നിച്ച ഒരു വന്യ വൈദികന്റെ ഓർമ്മ ദിവസത്തിലാണ്, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ നടത്തപ്പെടുക. 1933 നവംബർ മാസം 13-ാം തീയതി മലങ്കര സഭയ്ക്ക് 3 പിതാക്കന്മാരെ സംഭാവന ചെയ്ത, സ്വർഗം നൽകിയ കടമാങ്കുളം കല്ലൂപ്പാറ പ്രദേശത്ത് കരിമ്പിൽ മാത്തൻ്റെയും മറിയാമ്മയുടെയും 6 മക്കളിൽ 4ാമത്തെ മകനായി, അല്ലെങ്കിൽ ആൺകുട്ടികളിൽ ഏറ്റവും ആദ്യത്തെ മകനായി 1933 നവംബർ മാസം 13-ാം തീയതി നാം ഇന്ന് ആരുടെ സ്മരണാർത്ഥം ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നുവോ ആ വന്യ മാത്യു കരിമ്പിൽ കോറപ്പിസ്കോപ്പ ഈ ഭൂമിയിൽ ഭൂജാതനായി. കല്ലൂപ്പാറ ഓർത്തഡോക്സ് മർത്തമറിയാം ഇടവക ദേവാലയത്തിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസ ജീവിതം മാത്യു ആരംഭിച്ചു. ഞാൻ പറഞ്ഞതുപോലെ 6 സഹോദരങ്ങളിലെ 4ാമത്തെ മകൻ, അല്ലെങ്കിൽ ആൺകുട്ടികളിലെ ഏറ്റവും ആദ്യത്തെ മകൻ. ഒന്നാമതായിട്ട് മറിയാമ എന്നുള്ളതായ മൂത്ത സഹോദരി, 2ാമത് ഏലിയാമ്മ, 3ാമത് ചിന്നമ്മ എന്ന തൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചയച്ചത് റാന്നി വരവൂരുള്ള മേനായത്തിൽ കുടുംബത്തിലേക്കാണ് ചിന്നമ്മയെ വിവാഹം കഴിച്ചയച്ചത്. മേനായത്തിൽ കുടുംബത്തിൽ ചിന്നമ്മയുടെ ആ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകിയതായ മകനാണ് ഇന്ന് റാന്നി മേഖലയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന ഇടമുറി ദേവാലയത്തിൽ വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്ന നമ്മുടെ അതിരൂപതാംഗം വന്യനായ മാത്യു തടത്തിലച്ഛൻ ഈ ചിന്നമ്മയുടെ മകനാണ്. അതായത് കരിമ്പിൽ കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ ഇന്ന് ഈ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്നു. 4ാമത്തെ സഹോദരി റേച്ചൽ, 5ാമതായി ഏറ്റവും ഇളയ സഹോദരൻ ഫിലിപ്പ് എന്നറിയപ്പെടുന്ന കൊച്ചുകുഞ്ഞ്, ഫിലിപ്പ് എന്നറിയപ്പെടുന്ന അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ. ആ സഹോദരന്റെ മകൻ ഇന്ന് നമ്മുടെ മുൻപാകെ ആയിരുന്നുകൊണ്ട് മലങ്കര സഭയ്ക്ക് വളരെ ശക്തമായ ദീർഘകാലമായി ദൈവശാസ്ത്രത്തിൽ സഭയുടെ വൈദിക പരിശീലനത്തിന് വലിയ നേതൃത്വം നൽകുന്ന, ഇന്ന് ഈ ക്വിസ് കോമ്പറ്റീഷന്റെ മാസ്റ്ററായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന വന്യനായ ജോളി കരിമ്പിലച്ഛൻ അച്ഛൻ്റെ ഇളയ സഹോദരന്റെ മകനാണ് എന്നുള്ളതും ഒരു ദൈവനിയോഗവും തമ്പുരാൻ ഒരുക്കിയതായ ഒരു ക്രമീകരണമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 1937 കല്ലൂപ്പാറ നിന്നും റാന്നിയിലേക്ക്, പ്രത്യേകിച്ച് കരിയമ്പലാവ് പ്രദേശത്തേക്ക് കരിമ്പിൽ കുടുംബം അവിടുന്ന് താമസം മാറി റാന്നിയിൽ താമസം ആരംഭിച്ചു. ഈ സമയത്താണ് പുനരൈക്യത്തിലേക്ക്, കത്തോലിക്ക തിരുസഭയുടെ പുനരൈക്യത്തിൻ്റെ വലിയ പ്രാധാന്യവും പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയും മനസ്സിലാക്കി കരിമ്പിൽ കുടുംബം കത്തോലിക്ക തിരുസഭയിലേക്ക് പുനരൈക്യപ്പെടുവാനുള്ളതായ ചില സംഭവങ്ങൾ ആ സമയത്താണ് നടമാടിയത്. പ്രത്യേകിച്ച് ഇന്ന് കടവാങ്കുളത്ത് കാണുന്നതായ നമ്മുടെ ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ മഠവും, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ വൈകല്യം, പ്രത്യേകിച്ച് മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ളതായ, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളതായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന കടവാങ്കുളത്തെ സ്പെഷ്യൽ സ്കൂളും കരിമ്പിൽ കുടുംബം സഭയ്ക്ക് ദാനമായി നൽകിയതാണ് എന്നുള്ളതും ചരിത്രം നൽകുന്നതായ സത്യം തന്നെയാണ്. പിന്നീട് റാന്നിയിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട കരിമ്പിലച്ഛൻ്റെ അമ്മയ്ക്ക് ടൈഫോയിഡ് രോഗം, പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളതായ രോഗങ്ങൾക്ക് ഒരു ചികിത്സാ സംവിധാനം ഇല്ലാതിരുന്നതായ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്ന പാലനിൽക്കുന്നതിൽ കോരൂത് വൈദ്യൻ ഈ പ്രിയപ്പെട്ട അമ്മയെ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നുവെങ്കിൽ പോലും പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അതിന് കൃത്യമായ ഒരു ചികിത്സാ സംവിധാനം ഇല്ലാതിരുന്നതായ കാലഘട്ടത്തിൽ അകാലത്തിൽ കരിമ്പിലച്ഛൻ്റെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ സമയം
ഈ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാൻ അന്നത്തെ യാക്കോബായ പള്ളിയിൽ അവർ അനുവാദം നൽകിയില്ല. അതിൻ പ്രകാരം റാന്നി കരിങ്കുറ്റി ക്രിസോസ്റ്റം മർത്തോമ പള്ളിയിൽ ഈ അമ്മയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. ഈ കാലഘട്ടത്തിൽ കളമ്പാല പ്രദേശത്ത് പുനരൈക്യത്തിന്റെ വലിയ പ്രാധാന്യവും പുനരൈക്യത്തിന്റെ വലിയ അലയടികളും നടമാടിക്കൊണ്ടിരുന്നതായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട കോരൂത് വൈദ്യന്റെ ഒക്കെ നേതൃത്വത്തിൽ മലങ്കര സഭയുടെ ഒരു മിഷൻ കേന്ദ്രം കളമ്പാല പ്രദേശത്ത് തുടക്കം കുറിച്ചു. വന്ദിനായ തോമസ് നേര്യംപറമ്പിലച്ചൻ, നമുക്കറിയാം, നമ്മുടെ സഭയിൽ അതിശക്തമായ പുനരൈക്യ പ്രസ്ഥാനത്തിന് വേണ്ടി സുജീവനും സ്വന്തം ജീവിതം മുഴുവനായി സമർപ്പിച്ച തോമസ് നേര്യംപറമ്പിലച്ചന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഒരു മിഷൻ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ തോമസ് നേര്യംപറമ്പിലച്ചന്റെയും കോരൂത് വൈദ്യന്റെ ഒക്കെ നേതൃത്വത്തിൽ മലങ്കര സഭയുടെ ഒരു മിഷൻ കേന്ദ്രം ആദ്യമായി കളമ്പാല പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടു. കരിമ്പിൽ കുടുംബം 1942 കത്തോലിക്ക തിരുസഭയിലേക്ക് പുനരയിക്കപ്പെട്ടു. അങ്ങനെ തോമസ് നേര്യംപറമ്പിലച്ചൻ ആദ്യമായി, അച്ഛൻ്റെ പ്രത്യേകിച്ച് കരിമ്പിലച്ചൻ എല്ലാ സഹോദരങ്ങളും യാക്കോബായ സഭയിൽ മാമോദീസ സ്വീകരിച്ചതായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ജോളി അച്ഛൻ്റെ പപ്പായെ തോമസ് നേര്യംപറമ്പിലച്ചൻ ആദ്യമായി കളമ്പാല പള്ളിയിൽ മാമോദീസ നൽകി കത്തോലിക്ക തിരുസഭയിലേക്ക് സ്വീകരിച്ചു. കരിമ്പിൽ കുടുംബം അങ്ങനെ സഭയുടെ അതിശക്തമായ പുനരൈക്യ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കുടുംബമായി റാന്നി പ്രദേശത്ത്, പ്രത്യേകിച്ച് കളമ്പാല പ്രദേശത്ത് നിലകൊണ്ടു. അമ്മയുടെ മരണശേഷം ഈ കുടുംബത്തെ മുൻപിൽ നിന്ന് നയിച്ചത് മലങ്കര സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കുവാനാവാത്ത ഈ മാത്യു കരിമ്പിലച്ചന്റെ മൂത്ത സഹോദരി, കരിമ്പിൽ അമ്മാമ്മ എന്നറിയപ്പെടുന്ന മറിയാമ്മച്ചി. പ്രിയപ്പെട്ട അമ്മയുടെ വലിയ നേതൃത്വവും അമ്മയുടെ വാത്സല്യവും അനുഭവിച്ചാണ് കരിമ്പിലച്ചൻ ഉൾപ്പെടെയുള്ളതായ സഹോദരങ്ങൾ വളർന്നത് എന്നുള്ളതും നമുക്ക് ഏവർക്കും ഹൃദയാർദ്രമായ മനസ്സിന് ഓർമ്മകളും മനസ്സിന് നനവും നൽകുന്നതായ ചില ചരിത്ര സത്യങ്ങൾ തന്നെയാണ്. അങ്ങനെ അമ്മയുടെ മരണശേഷം കണ്ടമ്പേരൂർ എന്നുള്ളതായ സ്ഥലത്ത് നിലത്തെഴുത്താശാനിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി 1-2 ക്ലാസ്സുകൾ നെല്ലിക്കാമണ്ണ് ബ്രദറൻ സ്കൂളിലും 3 മുതൽ 9 വരെ കരിയമ്പ്ലാവ് ബ്രദറൻ സ്കൂളിലും, അതേ തുടർന്ന് കുമ്പളന്താനം സെന്റ് മേരീസ് ഹൈസ്കൂൾ പഠനം, പ്രത്യേകിച്ച് SSLC പഠനവും പൂർത്തീകരിച്ച കരിമ്പിൽ മാത്യു കോർപ്പിസ്കോപ്പച്ചൻ, അദ്ദേഹം വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ വന്ധ്യനായ ചെറിയാൻ രാമനാലിൽ കോർപ്പിസ്കോപ്പ കരിമ്പിലച്ചൻ്റെ ജൂനിയറായിട്ട് ആ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രം നൽകുന്നതായ സത്യം തന്നെയാണ്. അങ്ങനെ റാന്നിയിലെ പ്രത്യേകിച്ച് കുമ്പളനാനത്തെ പഠനത്തിന് ശേഷം ഈ സമയത്ത് തന്നെയാണ് കരിയമ്പിലാവിൽ നിന്നും റാന്നി അങ്ങാടിയിലേക്ക് കരിമ്പിൽ കുടുംബം മാറി താമസിക്കുവാനിടയായത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വന്ദനായ നേര്യംപറമ്പിലച്ചന്റെയും കോരൂത് വൈദ്യന്റെയും, അതോടൊപ്പം തന്നെ ഇപ്പോഴും ജോളിയച്ചന്റെ വീടിന്റെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ലത്തീൻ പള്ളിയുടെ അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ്റെ ഒക്കെ വലിയ ശിക്ഷണത്തിൽ പൗരോഹിത്യം സ്വീകരിക്കണമെന്നുള്ളതായ മാത്യു എന്നുള്ളതായ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹത്തെ ഈ 3 വ്യക്തികൾ കൂടുതൽ, പ്രത്യേകിച്ച് കരിമ്പിൽ അമ്മാമ്മയുടെ ഒക്കെ വലിയ പ്രോത്സാഹനത്തിന് ഫലമായി തിരുവല്ല മൈനർ സെമിനാരിയിൽ മലങ്കരയുടെ സാവൂൾ, മലങ്കരയുടെ പൗലോസ് എന്നറിയപ്പെടുന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ സേവേറിയോസ് തിരുമേനി അഭിയന്യ പ്രിയപ്പെട്ട കരിമ്പിൽ മാത്യു കോർപ്പിസ്കോപ്പാച്ചനെ തിരുവല്ല ചെറുപുഷ്പഗിരി അരമനയിൽ വൈദിക പഠനത്തിനായിട്ട് സ്വീകരിച്ചു. അന്ന് ആ സമയത്ത് തിരുവല്ല മൈനർ സെമിനാരി ഡയറക്ടറായിരുന്ന ജോസഫ് ഏറ്റുമാനൂർക്കാരൻ അച്ഛൻ്റെ ശിക്ഷണത്തിലും, സുറിയാനി മൽപ്പാനായിരുന്ന വന്ധ്യ തോമസ് മൂലമണ്ണിൽ മൽപ്പാനച്ഛൻ്റെ ശിക്ഷണത്തിലും, വെണ്ണിക്കുളത്തിന് തന്നെ അഭിമാനമായ എബ്രഹാം കളക്കുടിയലച്ചൻ ലത്തീൻ ഭാഷയുടെ അധ്യാപകനായിട്ടൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം തിരുവല്ല മൈനർ സെമിനാരിയിൽ മാത്യു എന്നുള്ളതായ ചെറുപ്പക്കാരൻ ആരംഭിച്ചു. വീണ്ടും 1954 മെയ് മാസം 31-ാം തീയതി തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനത്തിനായി ആലുവ മംഗലസഭയിലേക്ക് മാത്യു അച്ഛൻ അയക്കപ്പെട്ടു. 1960 മാർച്ച് മാസം 10-ാം തീയതി തിരുവല്ല ആസനത്തിന്റെ 1-ാമത്തെ മെത്രാപ്പോലിത്തയായിരുന്ന പുണ്യശ്ലോകനും ഭാഗ്യ സ്മരണാർഹനുമായ സക്കറിയാസ് മാർ അത്തനാസ്യോസ് തിരുമേനിൽ നിന്നും തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലിത്തൻ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് വന്ധ്യനായ മാത്യു അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചു. 1961 മുതൽ, പ്രത്യേകിച്ച് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ തിരുവല്ല മൈനർ സെമിനാരിയിൽ, ഇൻഫന്റ് മേരീസ് മൈനർ സെമിനാരിയുടെ സുറിയാനി ഭാഷ അധ്യാപകനായി തൻ്റെ പൗരോഹിത്യ ജീവിതം മാത്യു അച്ഛൻ ആരംഭിച്ചു. 1961 മുതൽ 2007 വരെ ഏകദേശം 40 വർഷക്കാലം, 1974 മുതൽ 80 വരെയുള്ളതായ സമയങ്ങൾ ഒഴിച്ച് 71 മുതൽ 2007 വരെ തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ, പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ആദ്യ മൈനർ സെമിനാരിയായ ഇൻഫന്റ് മേരീസ് മൈനർ സെമിനാരിയുടെ
സുറിയാനി ഭാഷാധ്യാപകനായും ആരാധനക്രമത്തിന് അധ്യാപകനായും ആരാധനക്രമ സംഗീതത്തിൻ്റെ അധ്യാപകനായിട്ടും മാത്യു അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചു. ഈ കാലഘട്ടത്തിൽ ഇന്ന് മലങ്കര സഭയെ നയിക്കുന്ന അനേകം പിതാക്കന്മാരുടെ ഒരു ഗുരുവായി തീരുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എൻ്റെ ചരിത്രപരമായ അറിവ് ശരിയാണെങ്കിൽ തീർച്ചയായും അഭിനന്ദനായ ദിവംഗതനായ ബത്തേരി ഭദ്രാസനത്തിന് മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഗുരുവായിരുന്നു. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ ദ്വിതീയ മെത്രാപ്പൊലീത്തയായിരുന്ന എബ്രഹാം മാർ യൂരിയോസ് മെത്രാപ്പൊലീത്തായുടെ ഗുരുവായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇന്ന് അമേരിക്കൻ ഭദ്രാസനത്തെ നയിക്കുന്ന അഭിനന്ദനായ ഫിലിപ്പോസ് മാർ സ്തേഫാനോസ് തിരുമേനിയുടെയും ഗുരുവായും പ്രിയപ്പെട്ട കരിമ്പിൽ മാത്യു കൊറപ്പിസ്കോപ്പ അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ മൈനർ സെമിനാരിയിൽ പഠിച്ചവരാണ് നമ്മുടെ സഭയെ ഭാഗ്യമോടെ നയിക്കുന്ന അത്യുന്നത കർദിനാൾ മോറാൻ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസ്, തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് മാർ കുറിലോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, മലങ്കര സഭയുടെ കൂരിയ മെത്രാൻ അഭിവന്ദനായ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ തിരുമേനി, നവാഭിഷിക്തനായി മലങ്കര സഭയ്ക്ക് UK അപ്പസ്തോലിക് വിസിറ്റേറ്ററായിട്ട് ഇന്നലെ ശുശ്രൂഷ ആരംഭിച്ച അഭിനന്ദനായ കുര്യാക്കോസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഉൾപ്പെടെയുള്ളതായ അനേകം മെത്രാപ്പൊലിത്തമാരുടെ ഗുരുവായി തീരുവാൻ വന്ദിനായ കരിമ്പിൽ കൊറപ്പിസ്കോപ്പാച്ചന് സാധിച്ചു എന്നുള്ളത് ദൈവ നിയോഗം തന്നെയാണ്. തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ 20 ഇടവകളിൽ വികാരിയായിട്ട് അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചു. അരമനയിൽ മൈനർ സെമിനാരിയിൽ ആരംഭിച്ച ശുശ്രൂഷ ജീവിതം 20 ഇടവകളിലായിട്ട് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നീണ്ടു നിന്നു എന്നുള്ളതും നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെയധികം കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അടിയുറച്ച ഒരു നിഷ്ഠയോടുകൂടി ജീവിച്ചതായ ബഹുമാനപ്പെട്ട അച്ഛൻ. നമുക്കറിയാം അച്ഛൻ്റെ ജീവിതശൈലി, പ്രത്യേകിച്ച് ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതായ അച്ഛൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു. അനേകം കുടുംബങ്ങളുടെ വേദനയുടെ പ്രതിസന്ധിയുടെ നടുവിൽ അനേകം ആളുകൾക്ക് ആശ്വാസമായി നിലകൊണ്ടതായ ഒരു പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛൻ. പ്രിയപ്പെട്ട സഭാതല പ്രസിഡന്റ് മോനു സാറ് ഇവിടെ ഇരിപ്പുണ്ട്. സാറ് ഒരു വർഷക്കാലം അച്ഛനോട് ചേർന്ന് നമ്മുടെ പള്ളിമല പ്രീസ്റ്റ് ഹോമിൽ അച്ഛനോട് ചേർന്ന് അച്ഛൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ളതായ ഒരു വ്യക്തിയാണ്. ആ സമയത്ത് പള്ളിമലയിലുള്ള അച്ഛന്മാരും ആളുകളൊക്കെ പറയും, പള്ളിമലയിൽ അച്ഛൻ വിശ്രമ ജീവിതം നയിച്ചപ്പോഴും അച്ഛന് വിശ്രമമില്ലായിരുന്നു. കാരണം അച്ഛനെ കാണാൻ പ്രഭാതത്തിൽ തന്നെ ആളുകളെത്തും. ഒത്തിരിയേറെ ആളുകളുടെ കുടുംബ വേദനയുടെ നടുവിൽ, കുടുംബങ്ങളുടെ വേദനയുടെ പ്രതിസന്ധിയുടെ നടുവിൽ അനേകർക്ക് ആശ്വാസമായി പ്രാർത്ഥനയുടെ ബലത്തോടുകൂടി ഈ സഭയെ ശുശ്രൂഷിച്ച, ഈ സഭയ്ക്ക് കൈത്താങ്ങായിരുന്ന, ഈ സഭയിൽ അനുഗ്രഹീതമായി പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച ഒരു വന്യ വൈദികൻ 2007 തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രത്യേകിച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നടുവിൽ 2019 ഫെബ്രുവരി മാസം 15-ാം തീയതി പ്രിയപ്പെട്ട അച്ഛൻ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഇതിനു മുൻപായി 2007 ജനുവരി മാസം 13-ാം തീയതി നമ്മുടെ പരിശുദ്ധ സഭ ബഹുമാനപ്പെട്ട മാത്യു കരിമ്പിലച്ഛനെയും വന്യനായ ചെറിയാൻ രാമനാലച്ഛനെയും നമ്മിൽ നിന്ന് ദിവംഗതനായ വന്യ തോമസ് പത്തിപ്പറമ്പിലച്ഛനെയും കൊറപ്പിസ്കോപ്പ സ്ഥാനം നൽകി സഭ ആദരിച്ചു. ഇങ്ങനെ നീളുന്നു നമ്മുടെ സഭയെ വളരെ ശക്തമായി മുൻപോട്ട് നയിച്ച, പ്രത്യേകിച്ച് അന്ത്യോക്യൻ ആരാധനക്രമത്തിൻ്റെ അനന്യതയും ശ്രേഷ്ഠതയും അഭംഗുരം കാത്തു സൂക്ഷിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത ഈ പുണ്യപിതാവിൻ്റെ ഈ വന്യ വൈദികൻ്റെ ജീവചരിത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതിലൂടെ സമ്മാനം വാങ്ങിക്കുന്നതല്ല പ്രധാനപ്പെട്ടതായ കാര്യം. ആര് ഈ സഭയ്ക്ക് വേണ്ടി, ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ സഭയുടെ ആരാധനക്രമത്തെ വളരെ ശക്തമായി കേടുകൂടാതെ സംരക്ഷിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത ഒരു വന്യ വൈദികൻ്റെ അനുസ്മരണ ദിവസം അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ക്രമീകരിക്കപ്പെടുന്നതായ ഒരു ക്വിസ് മാമാങ്കത്തിനാണ് നമ്മൾ ഓരോരുത്തരും പങ്കുകാരാകാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം തിരുവചനം, നമുക്കറിയാം വൈദികരുടെയും മേൽപ്പട്ടക്കാരുടെയും ഒക്കെ ഓർമ്മ ദിവസം നമ്മൾ വായിക്കുന്നതായ ലേഖന ഭാഗം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ, അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത് അവരെ ഓർക്കുവിൻ, റിമെമ്പർ ദം, അവരെ ഓർക്കുവിൻ. രണ്ടാമത് അവരുടെ വിശ്വാസ ചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. ഒന്നാമത് റിമെമ്പർ, രണ്ടാമത് ഇമിറ്റേറ്റ്. ഈ റിമെമ്പറൻസ് വളരെ എളുപ്പമാണ്. നമ്മൾ ഇന്ന് അച്ഛൻ്റെ 6ാമത്തെ ഓർമ്മയാണ്. പല പള്ളികളിലും ഒക്കെ അച്ഛൻ്റെ ഇടവക ദേവാലയത്തിലും തിരുവല്ല കത്തീഡ്രൽ ദേവാലയത്തിൽ ഉൾപ്പെടെ അച്ഛനെ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ
പിതാക്കന്മാരുടെ വൈദികരുടെ ഓർമ്മയിൽ നമ്മെ സഭ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഓർക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അനുകരിക്കുവാൻ സാധിക്കട്ടെ. റിമംബറൻസ് എളുപ്പമാണ്, ഇമിറ്റേഷനാണ് പ്രയാസമായ കാര്യം, പ്രയാസമേറിയ കാര്യം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ സഭയുടെ ആരാധനാക്രമത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കുവാൻ ഈ അച്ഛൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ വൈദികർ കാണിച്ചു തന്നതായ ഇങ്ങനെയുള്ള മേൽപ്പട്ടക്കാർ കാണിച്ചു തന്ന മാതൃക അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി അനുകരിക്കുവാനും പുതിയ തലമുറയ്ക്ക് കർത്താവിൻ്റെ വചനം നമ്മുടെ ആരാധനാക്രമത്തിലൂടെ പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സുറിയാനി സഭയിലെ പിതാക്കന്മാർ ആരാധനാക്രമത്തെക്കുറിച്ച് പറയുക ഇപ്രകാരമാണ്: സഭ കർത്താവിൻ്റെ ശരീരമാണെങ്കിൽ സഭ ശ്വസിക്കുന്നത് 2 ലങ്സിലൂടെ, 2 ശ്വാസകോശത്തിലൂടെയാണ് സഭ ശ്വസിക്കുന്നത്. ഒന്നാമത്തെ ശ്വാസകോശം വിശുദ്ധ ലിഖിതം, വിശുദ്ധ ഗ്രന്ഥം. രണ്ടാമത്തെ ശ്വാസകോശം സഭയുടെ പവിത്രമായ ആരാധനാക്രമം, സഭയുടെ ആരാധനാക്രമം. ഈ ഒരു ലങ്സിലൂടെ മാത്രം ശ്വസിച്ചാൽ അതിന് സജീവത, അതിന് ജീവൻ നിലനിൽക്കുകയില്ല. 2 ലങ്സിലൂടെയും ഒരേപോലെ ജീവന്റെ ശ്വാസം ഈ സഭയാകുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന ഈ സഭ സ്വീകരിക്കുമ്പോൾ അതെന്നും ജീവനുള്ളതായി സജീവമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുക മാത്രം ചെയ്യുന്ന ഒരു രീതിയിൽ മാത്രമായി തീരാതെ ഓർക്കുന്നതോടൊപ്പം അനുകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട ജോളിയച്ഛൻ, അച്ഛൻ്റെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് അച്ഛൻ കാണിച്ചു തന്ന അതേ മാതൃകയോട് തന്നെ വലിയ നേതൃത്വം, വൈദിക പരിശീലനത്തിൽ ദീർഘനാളായിട്ട് അച്ഛൻ്റെ ആ ഒരു പാത പിന്തുടർന്ന് ഈ സഭയെ നയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവശാസ്ത്രത്തിൽ ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നതായ ദൈവശാസ്ത്രജ്ഞരുടെയിൽ വളരെ അഗ്രഗണ്യനായ സഭയുടെ വിശ്വാസത്തെ, സഭയുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനും ഈ കുടുംബത്തിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ഒരു വൈദികനുണ്ട് എന്നുള്ളത് ഈ അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്, ഈ അച്ഛൻ്റെ തപസ്സിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകമായി വെണ്ണിക്കുളം മേഖലാ സമിതിയെ അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരും ഒരിക്കലും ചിന്തിക്കാത്ത, അഥവാ ചിന്തിച്ചാൽ പോലും പ്രവൃത്തി പദത്തിലെത്തിക്കുവാൻ വിമുഖത കാണിക്കുന്ന ഒരു കാര്യം, അത് പ്രവൃത്തി പദത്തിലെത്തിക്കുവാൻ ആർജവത്വം കാണിച്ചതിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഞാനൊരു കയ്യടി പ്രിയപ്പെട്ട മേഖലാ സമിതിക്ക്, പൊട്ടുകുളത്തിൽ അച്ഛനും പ്രിയപ്പെട്ട ജോബിനും ഉൾപ്പെടെയുള്ള എല്ലാ ഭരണസമിതികൾക്ക് ഞാൻ നേരുവാൻ ആഗ്രഹിക്കുന്നു. മലങ്കര സഭയിൽ ഇദംപ്രദമായി ഒരു ആരാധനാക്രമ ക്വിസ് കോമ്പറ്റീഷൻ വെണ്ണിക്കുളം മേഖലയിൽ ആരംഭിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹത്തോടുകൂടി അനേകം വർഷങ്ങളിൽ ജോബിൻ്റെ പിൻതലമുറക്കാർ ഇനിയും വരുമ്പോൾ, അവരുടെ അനന്തരഗാമികൾ ഇനിയും വരുമ്പോൾ ഇതെന്നും വന്ദിനായ മാത്യു കരിമ്പിൽ കോർപ്പിസ്കോപ്പാട് സ്മരണാർത്ഥം നമ്മുടെ സഭയിൽ മുഴുവൻ അലയടിക്കുന്ന ഒരു വലിയ ക്വിസ് മാമാങ്കമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് തിരുവല്ല അതിഭദ്രാസന MCYM കുടുംബത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും മേഖലാ സമിതിക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് വന്ദിനായ മാത്യു കരിമ്പിൽ കോർപ്പിസ്കോപ്പാട് അനുസ്മരണാർത്ഥം വെണ്ണിക്കുളം മേഖലാ സമിതി നടത്തുന്ന ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ 2025 ഈ ക്വിസ് മാമാങ്കം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്, ജയ് MCYM.